everyone, welcome to my YouTube channel Incredible English. So English exam അടുത്ത് കഴിഞ്ഞു. ഇനി only one day left അല്ലേ? അപ്പോൾ എല്ലാവരും ഫൈനൽ ബ്രഷിംഗ് അപ്പിലായിരിക്കും. പ്രിപ്പറേഷൻസ് എല്ലാം നേരത്തെ കംപ്ലീറ്റ് ആയതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് റിവിഷൻ ആയിരിക്കും ഇപ്പോൾ പോകുന്നത് അല്ലേ? സോ ഇന്ന് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ഒരു ക്വിക്ക് റീക്യാപ്പ് ഓഫ് ഓൾ ദി പോംസ് ഇൻ ഫസ്റ്റ് ഫ്ലൈറ്റ് അതാണ് ചെയ്യാൻ പോകുന്നത്. സോ ക്ലാസ് 10 ഫസ്റ്റ് ഫ്ലൈറ്റ് ഓൾ പോംസ്. അതിൽ ഓൾ പോംസ് എന്ന് ഞാൻ പറയുന്നു, ബട്ട് 8 പോംസ് മാത്രമേ ഇവിടെ കവർ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് 2 പോയത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തതായതുകൊണ്ട് ഇവിടെ നമ്മൾ ബാക്കിയുള്ള 8 പോംസ് ആണ് കവർ ചെയ്യുന്നത്. നേരത്തെ നമ്മുടെ പോംസ് ലൈക്ക് എന്താണ് കസ്റ്റാർഡ് ഡ്രാഗൺ ആ പോയമും പിന്നെ ദി ട്രീസ് ബൈ അഡ്രിയൻ റിച്ച് അത് രണ്ടിൻ്റെയും ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മൾ ബാക്കിയുള്ള 8 പോംസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇതിൽ നോക്കുന്നത് തീം, ടോൺ, റൈം സ്കീം, ഇമ്പോർട്ടൻറ്റ് പോയറ്റിക് ഡിവൈസസ്, പിന്നെ സം ഇമ്പോർട്ടൻറ്റ് ലൈൻസ്, നമ്മൾ ഓർത്തിരിക്കേണ്ട പോയത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ലൈൻസ്, ഇതൊക്കെയാണ് ഇതിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എല്ലാ പോയം വരുമ്പോൾ തന്നെ ഊഹിക്കാം വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടുതലായിരിക്കാം. അതുകൊണ്ട് തന്നെ 2 ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പാർട്ടിൽ 4 പോംസ്, ലാസ്റ്റ് പാർട്ടിൽ സെക്കൻഡ് പാർട്ടിൽ ദ നെക്സ്റ്റ് 4 അങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നു. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഫാസ്റ്റ് ആയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ കാണുന്ന പോയം ഡെഫിനറ്റ്ലി ദ പോം റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ഫസ്റ്റ് 2 പോംസും റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയതാണ്. റോബർട്ട് ലീ ഫ്രോസ്റ്റ്. ആദ്യം ഏതാണ്? ഡസ്റ്റ് ഓഫ് സ്നോ ആണ് വരുന്നത്. ഡസ്റ്റ് ഓഫ് സ്നോ എന്നുള്ള പോയത്തിനകത്ത് ടോൺ എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ആണ്, അതായത് ശുഭാപ്തി വിശ്വാസം അല്ലെ, പോസിറ്റീവ് നോട്ടിലുള്ള ഒരു പോയമാണ് ഡസ്റ്റ് ഓഫ് സ്നോ. അതിൽ റൈം സ്കീം എന്ന് പറയുന്നത് ABAB ആണ്. റൈം സ്കീം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ബൈ ലുക്കിംഗ് അറ്റ് ലാസ്റ്റ് വേർഡ്സ് ഓഫ് ഈച്ച് ലൈൻ അങ്ങനെയാണ് കണ്ടെത്തുന്നത്. ABAB ആണ്. ഇനി വരുന്ന പോയത്തിൽ ഞാനത് എങ്ങനെയാണെന്ന് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. സോ ഓക്കെ, അപ്പൊ റൈം സ്കീം ABAB ആണ്. ഇനി ഈ പോയതിന്റെ തീം എന്താണ്? അതായത് ഇതിനകത്ത് നമ്മുടെ സിമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ക്രോ, ഹെംലക് ട്രീ ഒക്കെയാണ്. അപ്പം ഈ ക്രോയും ഹെംലക് ട്രീയും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് വളരെ പെറ്റി ആയിട്ടുള്ള, വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്മോൾ മാറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ അത് നെഗറ്റിവിറ്റി, ഈവിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഹെംലക് എന്ന് പറയുന്നത് ഒരു പോയ്സണസ് ട്രീയും ക്രോ എന്ന് പറയുന്നത് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഡെത്ത് അല്ലെ, ഒരു നെഗറ്റീവ് എലമെന്റ്സ് ആണ്. പക്ഷെ ഈ നെഗറ്റീവ് എലമെന്റ്സ് can make a great change in life. Even the negative elements, even the small elements, അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഈ പോയത്തിലൂടെ റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത്. നമ്മൾ എങ്ങനെ കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഈ ക്രോ തന്നെ വന്ന് ആ ഒരു ഹെംലക് ട്രീയിൽ ഇരിക്കുമ്പോഴാണ് ഡസ്റ്റ് ഓഫ് സ്നോ പോയറ്റിന്റെ ദേഹത്ത് വീഴുന്നത് അല്ലെ. അപ്പം എന്താണ് ഈ ക്രോയും ഹെംലക് ട്രീയും ഒക്കെ സിംബലൈസ് ചെയ്യുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഇനോസ്പെഷ്യസ് തിങ്സിനെയാണ്. അതൊക്കെ സിമ്പിൾസ് ഓഫ് സോറോ ആണ്. പക്ഷെ ആ ഒരു അതേ നെഗറ്റീവ് എലമെന്റ്സ് വന്നിരിക്കുമ്പോൾ ഡസ്റ്റ് ഓഫ് സ്നോ വീഴുന്നു. ഡസ്റ്റ് ഓഫ് സ്നോ അവിടെ കാണിക്കുന്നത് ഹോപ്പ് ആയിട്ടാണ് അല്ലെ, പോസിറ്റീവ് ആണ്. അപ്പം അതിൽ നിന്ന് പോയിറ്റിന്റെ മൈൻഡ് സെറ്റ് തന്നെ മാറുകയാണ്. ആ ഒരു ഡസ്റ്റ് ഓഫ് സ്നോ പൗഡർ വീണുന്ന ടൈമില് പോയിറ്റ് അതിൽ നിന്ന് ഉണരുകയും പെട്ടെന്ന് തന്നെ ചേഞ്ച് ഓഫ് മൂഡ് ഉണ്ടാവുന്നു. അപ്പൊ ഈവൻ ഒരു പെറ്റി ആയിട്ടുള്ള ഒരു തിങ് കാരണം ലൈഫ് മാറുന്നുണ്ട്, അല്ലെങ്കിൽ അൺഫേവറബിൾ സിറ്റുവേഷൻസ് പോലും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തരും എന്നുള്ളതാണ് ഈ പോയത്തിലൂടെ പോയറ്റ് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആദ്യം വരുന്നത് അലിറ്ററേഷൻ ആണ്. ഓക്കെ, അലിറ്ററേഷൻ. ഓക്കെ, അപ്പൊ അലിറ്ററേഷൻ എന്ന് പറയുമ്പോൾ റെപ്പറ്റേഷൻ ഓഫ് ഇനിഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ആണ്. ഇനിഷ്യൽ കൺസണന്റ് സൗണ്ട്സ് ആണ്, അത് ഓർത്തിരിക്കണം നമ്മൾ. ബിക്കോസ് കൺസണൻസ് ഒക്കെ വരുമ്പോൾ അത് ഡിഫറെന്റ് ആണ്. സോ ഇനിഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അലിറ്ററേഷൻ. ഇവിടെ 2 അലിറ്ററേഷൻ എക്സാമ്പിൾ കിട്ടുന്നു. സേവ്ഡ് സമിന്റെ അത് സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഹാസ് ഹാർട്ടിനകത്ത് അത് ഫുൾ ലൈൻ വരുന്നത് ഹാസ് ഗിവൺ മൈ ഹാർട്ട് എന്നാണ്. അതിലെ H സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഓൾറെഡി നമ്മൾ ടോൺ പറഞ്ഞു, ഓപ്റ്റിമിസ്റ്റിക് ആണെന്ന് പറഞ്ഞു, റൈം സ്കീം പറഞ്ഞു. ഇനി അടുത്ത പോയം നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, സിംബലിസം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് അപ്പൊ ആദ്യത്തെ പോയത്തിന്റെ അകത്ത് സിംബലിസവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അടുത്തത് നമ്മൾ പോകുന്നത് ഫയർ ആൻഡ് ഐസിലേക്കാണ്. അഗെയിൻ റിട്ടൺ ബൈ റോബർട്ട് ലീ ഫ്രോസ്റ്റ്.
ഇതെന്ന് പറയുന്നത് ആദ്യത്തെ പോയത്തിൽ നിന്നൊരു ഓപ്പോസിറ്റ് ആണ്. വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള സോളം ആയിട്ടുള്ള ഒരു പോയമാണ്. ഇതിന്റെ ടോൺ അതാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സിംബൽസ് എന്ന് പറയുന്നത് ഫയറും ഐസുമാണ്. ഫയർ സ്റ്റാൻഡ്സ് ഫോർ ഡിസയർ, എക്സ്ട്രീം ഡിസയർ ആണ്, പാഷൻ, ലസ്റ്റ് എന്നൊക്കെ പറയാം അതിനെ. ഐസ് എന്ന് പറയുന്നത് ഹേറ്റഡ് ആണ്, കോൾഡ് ഹേറ്റഡ് ആണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന തീം എന്താണ്? ഈ പോയം ഒരു റിഫ്ലക്ട് ചെയ്തിരിക്കുകയാണ്. എന്താണ്, എങ്ങനെയാണ് വേൾഡ് ഈസ് ഗോയിങ് ടു എൻഡ് എന്നാണ് ഇതിനകത്ത് പോയിട്ട് പറയുന്നത്. രണ്ട് രീതിയിൽ, ഐദർ ബൈ ഫയർ ഓർ ബൈ ഐസ് എന്നാണ് പറയുന്നത്. ഇത് മനുഷ്യന്റെ അത്യാഗ്രഹം കാരണമാവാം, അല്ലെങ്കിൽ ലസ്റ്റ് കാരണമാവാം, അതല്ലെങ്കിൽ വിദ്വേഷം കാരണമാവാം. നമുക്കിപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, കറന്റ് സിനാറിയോ തന്നെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം ഹേറ്റഡിന്റെ എക്സാമ്പിൾസ് സൊസൈറ്റിയിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ടെന്ന്. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒത്തിരി ഇൻസിഡൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ പോയറ്റ് നേരത്തെ ഫോർസീൻ ചെയ്തു അല്ലെ, അദ്ദേഹം പറയാണ് ഈ രണ്ട് രീതിയിൽ എങ്ങനെ വേണേലും വേൾഡ് എൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ തീം. റൈം സ്കീം വരുന്നത് എന്താന്ന് നോക്കിക്കേ. റൈം സ്കീം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സ്റ്റാൻസയുണ്ട് നമുക്ക്. അതിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ 4 ലൈൻസും നെക്സ്റ്റ് സ്റ്റാൻസയിൽ 5 ലൈൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിലെ എല്ലാ ലൈൻസിലെയും എൻഡ് വേർഡ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻഡ് വേർഡ്സ് റൈം ടുഗദർ, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ റൈം സ്കീം എടുക്കുന്നത്. നോക്കിക്കേ, ഫയർ എ മാർക്ക് ചെയ്തു, ഐസിന് ബി മാർക്ക് ചെയ്തു. എഗെയിൻ ഡിസയർ വന്നപ്പം ഫയർ ഡിസയർ, സോ എ മാർക്ക് ചെയ്തു. ഫയർ അഗെയിൻ ഫയർ വരുന്നു, എ മാർക്ക് ചെയ്തു. അയർ സൗണ്ട് ഈസ് ബീങ് റിപ്പീറ്റഡ്. നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് പോകുമ്പോൾ ട്വൈസ് സിമിലർ ടു ഐസ്, സോ നമ്മൾ ബി എന്ന് മാർക്ക് ചെയ്തു. ദെൻ ഹേറ്റ് അനദർ ഡിഫറെന്റ് വേർഡ്, സോ സി എന്ന് മാർക്ക് ചെയ്തു. അഗെയിൻ ഐസ് വന്നു, ട്വൈസ് ഐസ്, സോ ബി മാർക്ക് ചെയ്തു. ഹേറ്റ് ഗ്രേറ്റ്, സി മാർക്ക് ചെയ്തു. സഫൈസ് സിമിലർ ടു ട്വൈസ് ആൻഡ് ഐസ്, സോ ബി മാർക്ക് ചെയ്തു. അപ്പൊ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി സി ബി സി ബി എന്നാണ് ഈ പോയത്തിന്റെ റൈം സ്കീം. ഇങ്ങനെ വേണം നമ്മൾ റൈം സ്കീം മാർക്ക് ചെയ്യാൻ. അതായത് എൻഡ് വേർഡ്സ് സിമിലർ ആയിട്ട് സൗണ്ട് ചെയ്യുന്ന വേർഡ്സിന് സെയിം റൈം കൊടുക്കുക, അതാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ റൈം സ്കീം എന്താണെന്ന് ക്ലിയർ ആയി അല്ലെ. എ ബി സി ബി സി ബി. ഇനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ്. ഫസ്റ്റ് ഓഫ് ഓൾ അലിറ്ററേഷൻ. അലിറ്ററേഷനകത്ത് സം സേ സൗണ്ട് റിപ്പീറ്റ് ചെയ്തു. ഫേവർ ഫയറിനകത്ത് ഫസ്റ്റ് സൗണ്ട് ഈസ് ബീങ് റിപ്പീറ്റഡ്. ദെൻ അനഫോറ. അനഫോറ എന്ന് പറയുന്നത് എന്താണ്? റെപ്പറ്റേഷൻ ഓഫ് എ വേർഡ് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആവാം ഇൻ ദ കോൺസിക്യൂട്ടീവ് ലൈൻസ് അല്ലെ, അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് 2 or more ലൈൻസ്. അതാണ് അനഫോറ എന്ന് പറയുന്നത്. അടുത്തടുത്ത ലൈൻസിൽ 2 വേർഡ്സ് അല്ലെങ്കിൽ വേർഡ്സ് ബീങ് റിപ്പീറ്റഡ്, അതാണ് അനഫോറ. അപ്പൊ അനഫോറയ്ക്ക് എക്സാമ്പിൾ ആണ് സം സേ ദ വേർഡ് വിൽ എൻഡ് ഇൻ ഫയർ, സം സേ ഇൻ ഐസ് എന്ന് പറയുമ്പോൾ സം സേ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ എൻജാംമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ റൺ ഓൺ ടു, നോ ലൈൻ ബ്രേക്ക് ഇല്ല, ലൈൻ ബ്രേക്ക് ഇല്ലാതെ വിത്തൗട്ട് എനി പങ്ക്ച്വേഷൻ മാർക്ക് ഒരു ലൈൻ മൂവ്സ് ഓൺ ടു ദ നെക്സ്റ്റ് ലൈൻ, അതാണ് എൻജാംമെന്റ്. അപ്പൊ നമുക്കത് കാണാൻ കിട്ടുന്നത് സെക്കൻഡ് സ്റ്റാൻസയിലെ ലൈൻസ് 2 to 4 ആണ്. അതായത് ഐ തിങ്ക് ഐ നോ ഇനഫ് ഓഫ് ഹേറ്റ് ടു സേ ദാറ്റ് ഫോർ ഡിസ്ട്രക്ഷൻ ഐസ് ഇസ് ഓൾസോ ഗ്രേറ്റ് ആൻഡ് വുഡ് സഫൈസ്. അപ്പം ഐ തിങ്ക് ഐ നോ ഇനഫ് ഓഫ് ഹേറ്റ് എന്ന് പറഞ്ഞത് സെക്കൻഡ് ലൈൻ ഓഫ് ദ സെക്കൻഡ് സ്റ്റാൻസ. അവിടം തൊട്ട് ലാസ്റ്റ് ലൈൻ ആൻഡ് വുഡ് സഫൈസ് വരെ ഇൻ ബിറ്റ്വീൻ ഒരു പങ്ക്ച്വേഷൻ മാർക്കും യൂസ് ചെയ്തിട്ടില്ല. സോ ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ എൻജാംമെന്റ്. ഞാൻ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്, എന്നാലും നമുക്ക് വീഡിയോ വിചാരിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബ്രഷിംഗ് അപ്പ് പോലെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അസൊണൻസ്. അടുത്തത് വരുന്നത് അസൊണൻസ് ആണ്. അസൊണൻസ് എന്ന് പറഞ്ഞാൽ റെപ്പറ്റേഷൻ ഓഫ് ദ വവൽ സൗണ്ട്സ് ആണ്. ഐ ഹോൾഡ് വിത്ത് ദോസ് ഹു ഫേവർ ഫയർ എന്ന് പറയുമ്പോൾ ഓ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഡെസ്ക്ടോപ്പ് സ്നോയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഓക്കെ, അപ്പൊ ഹേറ്റഡ് എന്ന് പറയുന്നത് ഹേറ്റഡ് അല്ലെ കോൾഡ് റീസണിങ് ഒക്കെയാണ് ഐസ് റിപ്രസെന്റ് ചെയ്യുന്നത്. മറ്റേത് പാഷൻസ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിസയർ, ലസ്റ്റ് ഒക്കെയാണ് നമ്മുടെ എന്താണ് ഫയർ റിപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് പറയാം, ആ പോയത്തിനകത്ത് ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം. ഫയർ ആൻഡ് ഐസ് കേപ്പബിൾ ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആക്ച്വലി ഒരു പെർസോണിഫിക്കേഷന്റെ എലമെന്റ് ഉണ്ടെന്ന് കൂടെ പറയാം. ഡിസ്ട്രക്ഷന് കേപ്പബിൾ ആണ്. അതിപ്പോ ഇപ്പൊ ഡിസ്ട്രക്ഷൻ കൂടുതലും ചെയ്യുന്നത് ആര് തന്നെയാണ്? ഹ്യൂമൻ ബീങ്സ് തന്നെയാണ്. സോ ഇന്നേ വേ നമുക്ക് പറയാൻ പറ്റും അത് പെർസോണിഫിക്കേഷനും ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെയാണ് അതിനകത്ത് നമ്മൾ ഓർത്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലിറ്റററി ഡിവൈസസ്. ഓക്കെ, അടുത്തത് തേർഡ് പോം എ ടൈഗർ ഇൻ ദ സൂ ആണ്, റിട്ടൺ ബൈ ലെസ്ലി നോറിസ്. ഓക്കെ, എ ടൈഗർ ഇൻ ദ സൂ ബൈ ലെസ്ലി നോറിസ്. ഓക്കെ,
എ ടൈഗർ ഇൻ ദ സൂണിന്റെ ടോൺ എന്ന് പറയുന്നത് എന്താണ് ആ പോയത്തിനകത്ത് പറയണത്? ഇവിടെ നമ്മൾ ആ പോയത്തിൽ കാണുന്നത്, പോയറ്റ് പ്രസന്റ് ചെയ്യുന്നത് കേജിലുള്ള ഒരു പോയറ്റ്, ഒരു ടൈഗറും അതിന്റെ എക്സ്പ്രഷൻസും, അനദർ വൺ ഇൻ ദ വൈൽഡ് അല്ലെങ്കിൽ ഇൻ ദ ജംഗിൾ. അപ്പൊ അതാണ് പറയണത്. അപ്പൊ ഇതിനകത്ത് ഈ കേജിലുള്ള ടൈഗറിനോട് ഉള്ള ഒരു സിമ്പത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയറ്റ്, അറ്റ് ദ സെയിം ടൈം അതിനകത്ത് റിഗ്രറ്റും ഫ്രസ്ട്രേഷനും റിപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിനെ അങ്ങനെ കേജ് ചെയ്തിരിക്കുന്നതിലുള്ള, അല്ലെങ്കിൽ അതിന്റെ ഫ്രസ്ട്രേഷൻ അതും വരുന്നുണ്ട്. സോ അത് ഫ്രസ്ട്രേഷൻ എന്നൊരു ടോണും സിമ്പത്തറ്റിക് എന്നൊരു ടോണും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിന്റെ തീം എന്താണ്? വൈൽഡ് ആനിമൽസ് ഷുഡ് റിമെയിൻ ഇൻ ദിയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. അതാണ് അവിടെ പോയറ്റ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ വേണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയം നമ്മുടെ പോയറ്റ് ലെസ്ലി നോറിസ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്തത് വരുന്നത് ഇതിന്റെ റൈം സ്കീമിലേക്ക് വരുമ്പോഴത്തേക്കും ഇതില് 2 റൈം സ്കീം യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് ABCB. അത് നിങ്ങൾ നോക്കിയാൽ കാണാം. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് 5 സ്റ്റാൻസസ്. ടോട്ടൽ 5 സ്റ്റാൻസസ് ആണ് പോയത്തിനുള്ളത്. ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് 5th സ്റ്റാൻസസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന റൈം സ്കീം ABCBയും 2 സ്റ്റാൻസസിൽ യൂസ് ചെയ്തിരിക്കുന്നത് ABCDയും ആണ്. ഓക്കെ, അടുത്തത് ഇത് ശരിക്കും നമുക്കറിയാം അല്ലെ, കേജ്ഡ് ആനിമലും വൺ ഇൻ ദ ജംഗിളുമാണ്. അതിനിടയ്ക്ക് പോയത്തിനൊരു മൂവ്മെന്റ് തന്നെ ഉണ്ട്. പോയം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസസിലേക്ക് വരുമ്പം ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് ഇമേജറിയാണ്. സോ മെനി വണ്ടർഫുൾ ഇമേജറി ഈസ് ബീങ് യൂസ്ഡ് ബൈ ദ പോയറ്റ്. അതായത് ഈ നമ്മുടെ ഹി ഷുഡ് ബി ലേർക്കിംഗ് ഇൻ ദ ഷാഡോ, ഒളിഞ്ഞിരിക്കുന്നതിന് ലേർക്കിംഗ് ഇൻ, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഓക്കെ, ലേർക്കിംഗ് ഇൻ ദ ഷാഡോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ലൈഡിങ് ത്രൂ ലോങ് ഗ്രാസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ, വിത്ത് ഹിസ് ബ്രില്യന്റ് ഐസ്. അപ്പൊ നമുക്ക് ബ്രില്യന്റ് ഐസ് എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ നമുക്കതിനെ വളരെ ഷൈൻ ചെയ്യുന്ന ഐസ്, ടൈഗറിന്റെ ഷൈൻ ചെയ്യുന്ന ഐസ്. അതിനകത്ത് ബ്രില്യന്റ് സ്റ്റാർസ് എന്ന് പറയണു. വിവിഡ് സ്ട്രൈപ്സ്, അപ്പൊ ബോഡി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, വിവിഡ് സ്ട്രൈപ്സ് ഓൺ ദ ബോഡി. അപ്പം ഇതൊക്കെ ഇമേജറിക്ക് എക്സാമ്പിൾ ആണ്. ഇനി സിമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾസ് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് കേജും ഉണ്ട്. കേജ് റെപ്രസെന്റ്സ് ക്യാപ്റ്റിവിറ്റി ആൻഡ് സ്കൈ റെപ്രസെന്റ്സ് ദ ഫ്രീഡം ദാറ്റ് ദ ടൈഗർ ലോങ്സ് ഫോർ. അപ്പൊ ഇതിനകത്ത് സിമ്പിൾ ആണ് കേജും സ്കൈയും. കേജ് എന്ന് പറയുന്നത് ക്യാപ്റ്റിവിറ്റി ഓഫ് ദ ടൈഗറും, സ്കൈ എന്ന് പറയുന്നത് ഫ്രീഡം ദാറ്റ് ഇറ്റ് ലോങ്സ് ഫോർ. അപ്പൊ ഇത് രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഹെൽപ്ലെസ്നെസ് ഓഫ് ദ ടൈഗർ ആണ് കാണിക്കുന്നത്. അതിന്റെ ഒരു ഹെൽപ്ലെസ്നെസ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഓക്സൈമറോൺ. ഓക്സൈമറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 വേർഡ്സിനെ പുട്ട് ടുഗെദർ അല്ലെ, 2. ഇപ്പൊ ക്വയറ്റ് റേജ് എന്നുള്ള വേർഡ്, അതിന്റെ മീനിങ് എന്താണ്? ക്വയറ്റ് റേജ് എന്ന് പറഞ്ഞാൽ സൈലന്റ് ആങ്കർ എന്നാണ്. ഡെഫിനറ്റ്ലി ആങ്കർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾ ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്നത്? ഇറ്റ്സ് നോട്ട് എ ക്വയറ്റ് തിങ് അല്ലെ, ഇറ്റ്സ് നോട്ട് എ സൈലന്റ് തിങ്. ദേഷ്യം നമ്മൾ പ്രകടിപ്പിക്കും അല്ലെ. അപ്പൊ ഇവിടെ ക്വയറ്റും റേജും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത 2 വേർഡ്സ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ദോ ഇറ്റ് ഈസ് ക്വയറ്റ്, അത് ആ കേജിൽ ക്വയറ്റ് ആയിട്ടാണ് ടൈഗർ റിമെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് ഫുൾ ഓഫ് റേജ്. ആ ഒരു റേജ് നമുക്ക് കാണാം അല്ലെ. ഹിസ് ടോക്സ് ഇൻ ഹിസ് വിവിഡ് സ്ട്രൈപ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും കേജിൽ റെസ്റ്റ്ലെസ് ആയിട്ട് ഇത് മൂവ് ചെയ്യുന്നത് അതിന്റെ ആങ്കർ ആണ്, അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് അവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പം ഓക്സൈമറോൺ എക്സാമ്പിൾ ആണ് ക്വയറ്റ് റേജ്. നൗ മെറ്റോണിമി. എന്താണ് മെറ്റോണിമി? ഒരു കാര്യം പറയാൻ, ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആ പേര് യൂസ് ചെയ്യാതെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റോണിമി എന്ന് പറയുന്നത്. നന്നായിട്ട് പറയാൻ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമുക്കറിയാം ബ്രിട്ടീഷ് മൊണാർക്കിയെ നമ്മൾ അറിയപ്പെടുന്നത് ക്രൗൺ എന്നാണ്. മൊണാർക്കിക്ക് പകരം ക്രൗൺ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. മൊണാർക്കിയിലെ ഒരു ചിഹ്നം, അല്ലെങ്കിൽ അതിന്റെ മൊണാർക്കി അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ക്രൗൺ അല്ലെ. ക്രൗൺ മൊണാർക്ക് ആണെങ്കിൽ ക്രൗൺ, കിരീടം ചൂടുന്നു അല്ലെ, ക്രൗൺ. പക്ഷെ ഇവിടെ ക്രൗൺ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്ന മൊണാർക്കി ഇറ്റ്സെൽഫ്. അപ്പൊ ആ ഒരു മൊണാർക്കിക്കകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, ക്രൗൺ മാത്രമല്ല ഉള്ളത്. പക്ഷെ ആ ക്രൗൺ യൂസ് ചെയ്ത് മൊണാർക്കിയെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഒരു പെർട്ടിക്കുലർ തിങ് എടുത്തിട്ട് മൊത്തത്തിനെ റെപ്രസെന്റ് ചെയ്യുവാണ്, ആ നെയിമിനെ റെപ്രസെന്റ് ചെയ്യുവാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ സ്ട്രെങ്ത് ബിഹൈൻഡ് ബാർസ് എന്ന് പറയുമ്പം not only the strength of the tiger, his whole body is being referred here. ബോഡി മുഴുവനാണ് റെപ്രസെന്റ്. അവന്റെ പവർ മാത്രമല്ല, അവന്റെ സ്ട്രെങ്ത് മാത്രമല്ല, പവർ ഉണ്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉണ്ട്, along with that his whole body is being represented through the word strength behind bars. അതാണ് മെറ്റോണിമി. മെറ്റോണിമി referring to something
by one of its characteristics rather than its name. Instead of saying body, strength, the word strength is being used by the poet. അതാണ് metonymy. തീർന്നില്ല. ഇതിൽ അടുത്തത് വരുന്നത് ഓണമറ്റോപ്പിയ. ഓണമറ്റോപ്പിയ എന്ന് പറയുന്നത് സൗണ്ട് വേർഡ്സ് ആണ് അല്ലെ. ഹിസിങ്, ബസിങ് പോലെയുള്ള വേർഡ്സ് ആണ് ഓണമറ്റോപ്പിയ. ഓക്കെ, അത്തരം ഒത്തിരി വേർഡ്സ് ആണ്. നമ്മൾ 10th പോയം എടുത്തു കഴിഞ്ഞാൽ പല പോയത്തിലും ഓണമറ്റോപ്പൊയ്യ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഓണമറ്റോപ്പൊയ്യക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ വരുന്നത് സ്നോളിംഗ് എന്നുള്ള വേർഡാണ്. ഹി ഷുഡ് ബി സ്നോളിംഗ് അറൌണ്ട് ഹൗസസ്. സ്നോളിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അഗ്രസീവ്നെസ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് സ്നോളിംഗിലൂടെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ ഹി ഷുഡ് ബി സ്നോളിംഗ് അറൌണ്ട് ഹൗസസ് അറ്റ് ദ ജംഗിൾസ് എഡ്ജ്. അപ്പം ഒരു സൗണ്ട് ആണ്, ടൈപ്പ് ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടൈഗർ. അതാണ് ഓണമറ്റോപ്പൊയ്യ സൗണ്ട് വേർഡ്. അടുത്ത റെപ്പറ്റീഷൻ. റെപ്പറ്റീഷൻ സിംപ്ലി മീൻസ് റെപ്പറ്റീഷൻ ഓഫ് സം വേർഡ്സ്. അപ്പം റെപ്പറ്റീഷനും റിഫ്രെയിൻ എന്ന് പറഞ്ഞ വേറൊരു സാധനമുണ്ട്. റിഫ്രെയിൻ ഈസ് ഡിഫറെന്റ്. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ഓഫ് എ ലൈൻ ത്രൂ ഔട്ട് ദ പോം, അതാണ് റിഫ്രെയിൻ. നമുക്കത് ദ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ഡ്രാഗന്റെ അകത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ വേറെ നമ്മുടെ ഫോർ ആൻഡ് ഗ്രിഗറി എന്നുള്ള പോയത്തിലും റിഫ്രെയിൻ വരുന്നുണ്ട്. അപ്പം അത് നമുക്ക് കാണാം, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. അപ്പം റെപ്പറ്റീഷൻ ഈ അല്ലാതെ ദ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ഡ്രാഗന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ പോയറ്റിക് ഡിവൈസസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ റെപ്പറ്റീഷൻ ഇവിടെ വേർഡ്സ് ആണ് പറഞ്ഞത്. ക്വയറ്റ് എന്നുള്ള വേർഡ്, വെൽവെറ്റ് ക്വയറ്റ് എന്ന് പറയുമ്പോൾ ക്വയറ്റ്, ക്വയറ്റ് റേജ്, ക്വയറ്റ്. ബ്രില്യൻറ്റ് സ്റ്റാർസ് ആൻഡ് ബ്രില്യൻറ്റ് ഐസ്. ബ്രില്യൻറ്റ് എന്നുള്ള വേർഡ് 2 times വന്നിരിക്കുന്നു. നൗ കംസ് അസോണൻസ്. ഓക്കെ, അസോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ റെപ്പറ്റീഷൻ ഓഫ് എന്താണ് വോവൽ സൗണ്ട്സ് ആണ്. നോക്കിക്കേ, ഹിസ് വിവിഡ് സ്ട്രൈപ്സ് എന്ന് പറയുമ്പം ഈ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ഈ സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഹിസിലെ ഐ, വിവിഡിലെ ഐ, സ്ട്രൈപ്സിലെ ഐ, അതാണ് അവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ കംസ് കൺസോണൻസ്. കൺസോണൻസ് എന്ന് പറയുന്നത് എന്താണ്? റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് തന്നെയാണ്. Then what is the difference between consonants and alliteration? Alliteration എന്ന് പറഞ്ഞാല് repetition of consonant sounds at the beginning of the words ആണ്. തുടക്കത്തിൽ മാത്രമുള്ള, ഇപ്പൊ നമ്മൾ സ്റ്റോപ്സും സ്ട്രൈപ്സും മാത്രം എടുത്തു കഴിഞ്ഞാൽ that is an example for alliteration. Consonants എന്ന് പറയുമ്പം it can occur anywhere. Okay, repetition of consonant sounds തന്നെയാണ്, but it can occur anywhere. Okay, ഇവിടെ സ്റ്റോപ്സില് 2 s വന്നു, ബിഗിനിങ്ങിലും എൻഡിലും. ഹിസില് എൻഡിൽ വന്നു. Again in stripes also we can see 2 times. Yes, കണ്ടോ? So that is consonants. Repetition of consonant sounds anywhere in the word. Okay. അടുത്തത് metaphor. Comparison. ഇവിടെ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. ടൈഗറിന്റെ പോസിനെ നമുക്കറിയാം, ഇറ്റ്സ് വെരി സോഫ്റ്റ് അല്ലെ. അപ്പൊ അതിനെ പാർട്സ് ഓഫ് വെൽവെറ്റ്, വെൽവെറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ എന്താണ്? സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ആ ഒരു ക്വാളിറ്റിയാണ് അവിടെ അപ്പൊ കമ്പയർ ചെയ്തിരിക്കുന്നത്. So pads of velvet എന്നാണ് pose of the tiger compare ചെയ്തിരിക്കുന്നത്. That's an example for metaphor. Now comes personification. The very first line, he stops in his vivid stripes എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം he എന്നുള്ളൊരു വേർഡ് സാധാരണ ഇറ്റാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്, ഇവിടെ he ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. Now alliteration. Alliteration വരുന്നത് repetition of initial consonant sounds ആണ് അല്ലെ, അതാണ്. ഇവിടെ നോക്കിക്കേ, ഇനീഷ്യൽ ആണ്. should be യുടെ sh, shadow യുടെ sh, should be lurking in shadow, sh sound is being repeated. Now plum deer pass, per sound is being repeated. Okay, repetition in the initial part അല്ലെ, ബിഗിനിങ്ങിലാണ്. ദാറ്റ് ഈസ് അലിട്രേഷൻ. അപ്പൊ അലിട്രേഷനും കൺസണൻസും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് എൻജോയ്മെന്റ്. ഓൾറെഡി നമ്മൾ എൻജോയ്മെന്റ് എന്താന്ന് പറഞ്ഞു? വിതൗട്ട് പോസ് അല്ലെങ്കിൽ വിതൗട്ട് എനി പങ്ക്ച്വേഷൻ മാർക്ക്, 1 ലൈൻ റൺസ് ഓൺ ടു ദ നെക്സ്റ്റ്, അതാണ് എൻജോയ്മെന്റ് വരുന്നത്. ഇത് സ്റ്റാൻസ 2-ല് സെക്കൻഡ് ലൈൻ ഓൺവേർഡ്സ്, അതായത് സ്ലൈഡിംഗ് ത്രൂ ലോങ് ഗ്രാസ് നിയർ ദ വാട്ടർ ഹോൾ വേർ പ്ലം ഡിയർ പാസ്. അപ്പൊ ഈ ലൈൻസിൽ എന്തില്ല, പങ്ക്ച്വേഷൻ മാർക്സ് ഒന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് അത് റൺ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ എ ടൈഗർ ഇൻ ദ സൂ പോയത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഇമ്പോർട്ടൻറ്റ് പോയറ്റിക് ഡിവൈസസും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും. ഓക്കെ, ഒരു സിമ്പിൾ ഫോമാണ്, ബട്ട് ഒത്തിരി പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ ഹൗ ടു ടെൽ വൈൽഡ് ആനിമൽസ്. കരോളിൻ വെൽസിന്റെ ഹൗ ടു ടെൽ വൈൽഡ് ആനിമൽസ് എന്നുള്ള പോയം. ഒരു ഹ്യൂമറസ് പോം അല്ലെ, വളരെ ലൈറ്റ് ആയിട്ട് റീഡ് ചെയ്യേണ്ട ഒരു പോയമാണ് ഹൗ ടു ടെൽ വൈൽഡ് ആനിമൽസ്. എന്താണ് അത് പോയത്തിലൂടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെ
ഓരോ ആനിമൽസിനെ അതിന്റെ ട്രെയ്റ്റ്സ് വെച്ചിട്ട്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ആ ബിഹേവിയർ വെച്ചിട്ട് എങ്ങനെ ഓരോ ആനിമലിനെ നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് വളരെ ഹ്യൂമറസ് ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു. സോ ടോൺ ഈസ് ഹ്യൂമറസ് എന്ന് പറഞ്ഞു. തീമും ഇപ്പൊ പറഞ്ഞു. റൈം സ്കീം എന്ന് പറയുന്നത് ABABCC ആണ്. ABABCC. ഓക്കെ, ഇനി ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമറസ് ആണ് പോയം എന്ന് പറഞ്ഞു. സോ ഫോർ ദി എക്സാം ഡെഫിനറ്റ്ലി ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് ഈ ചോദിക്കുന്നത്? ഒരു എന്താണ് ഹ്യൂമറസ് എലമെന്റ് എന്ന് പറയുന്നു, അതിനുള്ള എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എഴുതാവുന്ന രണ്ടെണ്ണം മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ദ ബംഗാൾ ടൈഗറിനെ കുറിച്ച് പറയുന്നിടത്ത് ദ ബംഗാൾ ടൈഗറിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് പറയുന്നു. ജസ്റ്റ് നോട്ടീസ് ഇഫ് ഹി ഈറ്റ്സ് യു. ജസ്റ്റ് നോട്ടീസ് ഇഫ് ഹി ഈറ്റ്സ് യു. നിന്നെ അത് കഴിച്ചാൽ യു ക്യാൻ ഡിസൈൻ ദാറ്റ് ആസ് ബംഗാൾ ടൈഗർ. ചിന്തിക്കുക, കഴിച്ചു കഴിഞ്ഞ് ഡിസൈൻ ചെയ്യാം എന്ന് പറയുന്നത് ഹ്യൂമറസ് ആയിട്ടാണ് അല്ലെ. അടുത്തത് ബെയറിന്റെ കാര്യം വരുമ്പോഴെന്താ? ഇറ്റ് ഹഗ്സ് യു വെരി വെരി ഹാർഡ്. ബി ഷുവർ ഇറ്റ് ഈസ് എ ബെയർ. ഹഗ് ചെയ്യുന്നതിൽ നിന്ന്, ഇവിടെ ഹഗ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹഗ് ചെയ്ത് വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു വൺസ് ഡെത്ത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹി വിൽ ഗിവ് യു ജസ്റ്റ് വൺ മോർ കെയർസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഹി വിൽ ഗിവ് യു ജസ്റ്റ് വൺ മോർ കെയർസ്. കെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹഗ് തന്നെ അല്ലെ. അപ്പം അതോടുകൂടി ആൾ തീരും. ഓക്കെ, അതിനെ വളരെ ഹ്യൂമറസ് ആയിട്ട് ആ ഒരു ഫീച്ചർ കൊണ്ട് നിങ്ങൾക്ക് അത് നമ്മുടെ മരണത്തിലൂടെ നമ്മൾ തിരിച്ചറിയും എന്ന് ഹ്യൂമറസ് ആയിട്ട് പോയറ്റിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഈ ലൈൻ സൗണ്ട് ഓർത്തിരിക്കുക. അടുത്തത് പോയറ്റിക് ഡിവൈസസിലേക്ക് വരികയാണ്. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് അലിറ്ററേഷൻ. ഡെഫിനറ്റ്ലി ഇറ്റ്സ് വെരി ക്ലിയർ. റെപ്പറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കൺസണന്റ് സൗണ്ട്സ് വരുന്നു. റോമിംഗ് റൗണ്ട്, റ സൗണ്ട്, ലെപ്പ് ആൻഡ് ലെപ്പ്, ലെപ്പ് ആൻഡ് ലെപ്പ്, ല സൗണ്ട്, നവൈസ് മൈറ്റ് നോൺ പ്ലസ് ന, and very very verse sound is repeated. Now comes oxymoron. Oxymoron നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള തമ്മിൽ ചേരാത്ത രണ്ട് കോൺസെപ്റ്റിനെ, രണ്ട് ടേംസിനെ ഒരുമിച്ച് വയ്ക്കുന്നതാണ്. നോബൽ വൈൽഡ് ബീസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നോബൽ എന്ന് പറയുന്നത് വളരെ ഗുഡ് ആയിട്ടുള്ള കാര്യം, ഗുഡ് ക്വാളിറ്റി, ഹംബിൾ, എന്താണ് ഏറ്റവും എളിമയുള്ള, ഏറ്റവും നല്ലത് എന്നുള്ളതാണ് നോബൽ. വൈൽഡ് എന്ന് പറഞ്ഞാൽ അൺടേംഡ്, നമുക്ക് അൺസിവിലൈസ്ഡ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അതാണ്. അപ്പൊ രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പൊ നോബൽ വൈൽഡ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഓക്സൈമറോൺ. പാരഡോക്സ്. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു, ആ സ്റ്റേറ്റ്മെന്റിന് കോൺട്രഡിക്ടറി ആയിട്ട് നെക്സ്റ്റ് ലൈൻ, ഒരു ലൈൻ തന്നിരിക്കുന്നു, അതിനോട് അടുത്ത് തന്നെ കിടക്കുന്ന അല്ലെങ്കിൽ അതിനോട് കണക്ട് ചെയ്ത് വരുന്ന ലൈൻ എന്ന് പറയുന്നത് അതിന് കോൺട്രഡിക്ടറി. ഇഫ് ദർ ഈസ് നത്തിങ് ഓൺ ദ ട്രീ, ഇഫ് ദർ ഈസ് നത്തിങ് ഓൺ ദ ട്രീ, ട്രീയിൽ ഒന്നുമില്ലെങ്കിൽ എന്നാ പറഞ്ഞത്. ട്രീയിൽ ഒന്നുമില്ലെങ്കിൽ ഇറ്റ് ഇസ് ദ ഖമലിയോൺ യു സീ. ഒന്നുമില്ലെന്ന് ആദ്യം പറഞ്ഞു, എന്നിട്ട് പറയണു അതാണ് ഖമലിയോൺ. സോ അതൊരു പാരഡോക്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നൗ അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഫീച്ചർ യൂസ്ഡ് ബൈ ദ പോയറ്റ് ഇൻ ദ പോം, അതായത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. പോയറ്റിക് ലൈസൻസ്, ദാറ്റ് ഇസ് ദ ലൈസൻസ് ഓഫ് ദ പോയറ്റ്. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വേർഡ്സിനെയോ ലൈൻസിനെയോ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിന് ഇതുപോലെ പോയറ്റിക് ലൈസൻസ് നമുക്ക് ദ ടെയിൽ ഓഫ് ക്വസ്റ്റ്യൻ ഡ്രാഗണിന്റെ അകത്തും കാണാനുണ്ട്. പോയറ്റിക് ലൈസൻസ് ഇതാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ലൈസൻസ് എന്ന് പറയുന്നത് പോയറ്റിന്റെ ഫ്രീഡം ആണ്. അദ്ദേഹം നമ്മുടെ ലെഫ്റ്റ്, ലെഫ്റ്റ് എന്നുള്ള വേർഡ്സ്, ആക്ച്വലി ലെഫ്റ്റ് എന്താ LEPT എന്ന് എഴുതിയിരിക്കുന്നത് LEAPTക്ക് പകരമാണ് LEPT എഴുതിയിരിക്കുന്നത്. അതുപോലെ LEAPക്ക് പകരമാണ് LEP എന്ന് എഴുതിയിരിക്കുന്നത്. ഡൈയിങ്ങിന് DYIN എന്നേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതെല്ലാം ഇപ്പൊ ഷോർട്ട് ആൻഡ് യൂസ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ഒരു ലെറ്ററിനെ ഒമിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ പോയറ്റിന്റെ ലൈസൻസ് ആണ്. ഇദ്ദേഹം ഇങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഈ പോയം വളരെ റിത്മിക് ആണ്. നമ്മുടെ ഹൗ ടു ടെൽ വൈൽഡ് ആനിമൽസിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഹ്യൂമറസ് ആണെന്ന് പറഞ്ഞു, അതിനോടൊപ്പം ഓർത്തിരിക്കേണ്ടത് ഒരു റെഗുലർ റിതം മെയിൻറ്റെയിൻ ചെയ്ത പോയമാണ് ഹൗ ടു ടെൽ വൈൽഡ് ആനിമൽസ്. ആ റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയറ്റ് ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ആൻഡ് അഗെയിൻ നമുക്ക് ഒരു കാര്യം കൂടെ കാണാം, സെന്റൻസസിന്റെ ഫ്രെയിമിങ് അത് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നൊവൈസ് മൈറ്റ് നോൺ പ്ലസ്, നൊവൈസ് എന്ന് പറഞ്ഞാൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ ആയിരിക്കാം. പിന്നെ നോൺ പ്ലസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ്. അപ്പം പുതിയതായിട്ട് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആനിമൽസിനെ ഡിസൈൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, കൺഫ്യൂഷൻ ആയിരിക്കും എന്നാണ് പറയേണ്ടത്. അവിടെ നോർമലി നമ്മൾ പാസീവ് വോയിസ് വേണം യൂസ് ചെയ്യാൻ. നൊവൈസ് മൈറ്റ് ബി നോൺ പ്ലസ്ഡ് എന്ന് വേണം പറയാൻ. പക്ഷേ പോയിന്റ് എഴുതിയിരിക്കുന്നത് നൊവൈസ് മൈറ്റ് നോൺ പ്ലസ്. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പോയറ്റിക് ലൈസൻസ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഹൗ ടു ടെൽ വൈൽഡ് ആനിമൽസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്.
പോയറ്റിക് ലൈസൻസ് പറഞ്ഞു, പാരഡോക്സ് പറഞ്ഞു, നമ്മുടെ അലിട്രേഷൻ പറഞ്ഞു, ഓക്സൈമറോൺ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഫസ്റ്റ് 4 ഫോംസ് ആണ് നമ്മളിവിടെ കണ്ടത്. നെക്സ്റ്റ് 4 ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.